എം വി ഗോവിന്ദനെ പോലെ ഒരു പാർട്ടി സെക്രട്ടറിക്ക് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ പാർട്ടി തോൽക്കുമെന്ന് പറയാൻ പറ്റില്ല. എക്സിറ്റ് പോളുകളിൽ പിറകിലായ എല്ലാ രാഷ്ട്രീയ കക്ഷികളും പറയുന്ന ഒരു കാര്യം എക്സിറ്റ് പോൾ വരട്ടെ എന്നാണ്. എക്സിറ്റ് പോളുകളിൽ ഇതുവരെ വന്ന എക്സിറ്റ് പോളുകളിൽ ഒന്നും തന്നെ LDF UDF ഒരു മേൽക്കൈ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് ചാണക്യയുടെ പോൾ, തൂക്കുമന്ത്രിസഭ വരാം എന്ന രൂപത്തിലുള്ള വന്നിട്ടുള്ള പോൾ പോലും ഒരിക്കലും LDF UDF മേലെയാണ് എന്ന് വന്നിട്ടില്ല. LDF അല്പം പിന്നിലാണ് എന്ന് തന്നെയാണ് പോളുകളൊക്കെ കാണിക്കുന്നത്. ഇത് ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഞാൻ വോട്ട് ചെയ്തതിന് ശേഷം പുറത്തു വരുമ്പോൾ എന്നോട് ചോദിക്കുന്ന ഒരാളോട് ഞാൻ സത്യം പറഞ്ഞുകൊള്ളണമെന്നില്ല. പ്രീ പോൾ പോലെ തന്നെ ഞാൻ ചിലപ്പോൾ തെറ്റിച്ച് പറയാം. അങ്ങനെ പറയുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അത് ഈ ഫലത്തെ ബാധിച്ചേക്കാം. പക്ഷേ ജനറലി പൊതുവായി നമ്മൾ പറഞ്ഞാൽ ഇവിടെ UDF മേൽക്കൈ ഉണ്ട് എന്നാണ് എല്ലാ പോളുകളും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാണ്ട് ഒരു മാസം നമ്മൾ കാത്തിരിക്കുക. 9-ാം തീയതി കഴിഞ്ഞ് April 9 കഴിഞ്ഞ് May 4 വരെ വരുന്ന ഒരു ഘട്ടത്തിൽ ഒരിക്കലും ഒന്നും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ പോൾ വന്നാൽ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യണ്ടേ? ഈ എക്സിറ്റ് പോൾ അംഗീകരിച്ചു എന്ന് ഏതെങ്കിലും തോൽക്കുന്ന പാർട്ടി പറയൂ? ജയിക്കുന്ന പാർട്ടി പോലും പറഞ്ഞ് ഇതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ തോൽക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോളുകൾ അങ്ങനെ പറയാൻ പറ്റില്ല. രണ്ടാമത്, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എം വി ഗോവിന്ദനോ മുഖ്യമന്ത്രിക്കോ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ അതിന് അവർ ശാസ്ത്രീയമായി സത്യസന്ധമായാണ് അവരത് കാണുന്നതെങ്കിൽ അവരെന്താണ് അതിന് കാണുന്ന കാരണം? അവർ രാഷ്ട്രീയമായി മുൻപോട്ട് വെച്ച കാര്യങ്ങൾ കേരളം സ്വീകരിച്ചു എന്നാണോ? രാഷ്ട്രീയമായി മുന്നോട്ട് വെച്ച കാര്യങ്ങൾ പലതും അബദ്ധമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാനല്ലാതെ മറ്റാരുണ്ട് എന്ന് ചോദിച്ച് പിണറായിയുടെ പടം വയ്ക്കുന്നതോ രാഷ്ട്രീയത്തെക്കാൾ വികസനം അജണ്ടയാക്കുന്നതോ ഒരു മൃദു ഇസ്ലാമോഫോബിയ കൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന് വിശ്വസിക്കുന്നതോ അതാണോ അവരുടെ കാര്യം? അതോ പ്രതിപക്ഷമൊക്കെ വളരെ മുമ്പേ തന്നെ പറയുന്നത് പോലെ ഡീൽ എന്ന് പറയുന്ന സംഗതി ഉണ്ടോ? ഏതെങ്കിലും വിധത്തിൽ BJPയുടെ വോട്ടുകൾ LDF വരാനുള്ള പ്രീ പ്ലാൻഡ് പരിപാടി വല്ലതും ഉണ്ടോ? നമുക്കറിയില്ല. അതിപ്പോൾ പ്രീ പ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നേരിട്ട് അങ്ങനെ ഡീല് മാത്രം വേണമെന്നില്ല. ഇപ്പോൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഇപ്പോൾ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ BJPക്ക് നല്ല ശക്തിയുള്ളൊരു മണ്ഡലം. അവർ ആദ്യമായിട്ട് മുനിസിപ്പാലിറ്റി അധികാരത്തിലെത്തിയ ഒരു സ്ഥലമാണ്. ഭൂരിപക്ഷമില്ലെങ്കിൽ പോലും ഏറ്റവും വലിയ കക്ഷിയായി വന്നതാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് BJP ഒരു 2020 സ്ഥാനാർത്ഥി നിർത്തുന്നു. അവിടെ മാത്രമല്ല, ഇപ്പോൾ കൊടുങ്ങല്ലൂർ, റാന്നി എന്ന് പറഞ്ഞാൽ BJPക്ക് സ്വാഭാവികമായി വോട്ട് നല്ലോണം കിട്ടുന്ന സ്ഥലങ്ങളിൽ 2020യും BDJS പോലെയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു. അങ്ങനെ നിർത്തുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ 2020യുടെ വോട്ട് ചിലപ്പോൾ 2020 കിട്ടില്ല, ചിലപ്പോൾ കിട്ടിയേക്കാം. പക്ഷേ അത് കുറേ വിഭജിച്ച് പോയേക്കാം. കാരണം അത് ഒരു രാഷ്ട്രീയ കൂട്ടമാണ്. മറുവശത്ത് ഏറ്റവും പ്രകടമായി BJPയുടെ വോട്ട് ഏതർത്ഥത്തിൽ പോകും? അത് കോൺഗ്രസിന് ചെയ്യേണ്ട എന്നാൽ CPMന് ചെയ്തേക്കാം എന്ന് ആളുകൾ വിചാരിക്കുമോ? അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? അതാണ് ഇസ്ലാമോഫോബിയയുടെ എലമെൻ്റ് ആഡ് ചെയ്യാൻ LDFന് തോന്നിയത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അതുപോലെ ഇപ്പോൾ പാലക്കാട് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. അയാൾ കുറേ വോട്ട് പിടിച്ചാൽ ആ വോട്ടിൻ്റെ അഡ്വാൻറ്റേജ് BJPക്ക് കിട്ടും എന്ന് അങ്ങനെ ഒരു ടോക്ക് ഉണ്ടോ? അതുണ്ടെങ്കിൽ അത് ഏതർത്ഥത്തിൽ ഫലപ്രദമാവും? ഇതൊക്കെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ടോക്കാണ്. ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ NDAയുടെ സ്ഥാനാർത്ഥി എത്ര വോട്ട് പിടിക്കും? കൊടുങ്ങല്ലൂരിൽ എത്ര വോട്ട് പിടിക്കും? റസാക്ക് കഴിഞ്ഞ തവണ സരീൻ പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് പാലക്കാട് പിടിക്കുമോ? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ കൃത്യമായി വോട്ടെണ്ണി കഴിഞ്ഞിട്ടേ പറയാൻ പറ്റൂ. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ധാരണ ഇല്ല എങ്കിൽ ഒരു കാരണവശാലും ഇവർ ജയിക്കാനുള്ള LDFന് ഭരണത്തിൽ വരാനുള്ള സാധ്യതയില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ, പ്രീ പോൾ ആൻഡ് എക്സിറ്റ് പോൾ വെച്ചിട്ട്. മാത്രമല്ല പൊതു കേരളത്തിലെ സാമൂഹിക സാഹചര്യം അതാണ്. 2021 LDFന് വോട്ട് ചെയ്ത ആളുകളിൽ നല്ലൊരു പങ്കും ഇത്തവണ ചെയ്യില്ല, LDFനെതിരായി വോട്ട് ചെയ്യും എന്നൊരു സാമൂഹിക സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് മലബാർ പോലെയുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിൽ തോൽക്കും എന്ന് LDF തന്നെ വിലയിരുത്തുന്നത്. ഉത്തര കേരളത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാവുമെന്ന് LDFന് തന്നെ വിലയിരുത്തലുണ്ട്. ദക്ഷിണ കേരളത്തിൽ എന്താണ് സംഭവിക്കുക എന്നറിയില്ല. മധ്യ കേരളത്തിലും ക്രിസ്ത്യൻ വോട്ടിൽ വലിയ തോതിൽ UDFന് അനുകൂലമായൊരു ഷിഫ്റ്റ് ഉണ്ട് എന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. ആക്സിസ് സർവേ ഒക്കെ പറയുന്നതനുസരിച്ചാണെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളിൽ 17% ഷിഫ്റ്റ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അത്രയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 17% ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ
അത് LDF ഒട്ടും ശുഭോദർക്കമായ ഒരു കാര്യമല്ല. മാത്രമല്ല BJP ഏത് വോട്ടിലാണ് ഇനി കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്? UDF കീഴിലുള്ള ഹിന്ദു വോട്ടുകളിലാണോ LDF കീഴിലുള്ള ഹിന്ദു വോട്ടുകളിലാണോ അവരുടെ ടാർഗറ്റ്? അവർ കൂടുതൽ പിടിച്ചാൽ, പ്രത്യേകിച്ചും LDF BJP നെക്ക് ടു നെക്ക് കോൺടെസ്റ്റ് നടക്കുന്ന സ്ഥലങ്ങളിൽ BJP ആ വോട്ട് പിടിക്കുകയാണെങ്കിൽ LDF തകർച്ച കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ തെക്കൻ കേരളത്തിലും അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും അവസാന നിമിഷം വരെ ആത്മവിശ്വാസത്തോടെ ഇരിക്കുക എന്നുള്ളത് മോഹൻലാൽ യോദ്ധ സിനിമയിൽ പറയുന്ന പോലെ ഒരാളുടെ വലിയൊരു കഴിവാണ്. തോൽക്കുന്നത് വരെ ജയിക്കുമെന്ന് പറയുക എന്നുള്ളത് അത് ഒരു അണികളുടെ ആത്മവിശ്വാസം നിലനിർത്താൻ പറ്റിയ ഒരു സംഗതിയാണ്. അതിനപ്പുറത്ത് എന്തെങ്കിലും ശാസ്ത്രീയമായി ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറയാനുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേരളത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇനി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കുമോ എന്ന ചോദ്യം, ആ ചോദ്യം വളരെ വിചിത്രമായൊരു ചോദ്യമാണ്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള വലിയ തർക്കങ്ങൾ നടക്കുമ്പോൾ ആളുകൾ ഇടയ്ക്കിട്ട ഒരു മറുചോദ്യമാണത്. പ്രതിപക്ഷത്ത് വന്നാൽ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്ന്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കീഴിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ഒരു സ്ട്രോങ് ആയ ഒരു പ്രതിപക്ഷ നേതാവ് വേണ്ടി വരും. അങ്ങനെ ഒരു ഘട്ടത്തിൽ അത് അങ്ങനെ ആക്ട് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും പ്രായവും പരിഗണിക്കപ്പെടും. അതൻ പരിഗണിച്ചാൽ അത് സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും വേറെ ആളെ പ്രതിപക്ഷ നേതാവായി ഏൽപ്പിക്കും. അങ്ങനെ വന്നാൽ എത്ര കാലം അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവല്ലാതെ MLA ആയിട്ടിരിക്കാൻ കഴിയും? ഇപ്പോൾ ഉദാഹരണത്തിന് ഉമ്മൻചാണ്ടിയും കരുണാകരനുമൊക്കെ മറ്റാളുകളുടെ കീഴിൽ പ്രതിപക്ഷ നേതാവായിരുന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയുടെ കീഴിലും കുറച്ചു കാലം സതീശൻ്റെ കീഴിലും ഉണ്ടായിട്ടുണ്ട്. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നു, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നു, ഉമ്മൻചാണ്ടി വെറും മെമ്പർ ആയിരുന്നിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉമ്മൻചാണ്ടിക്കുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ക്യാരക്ടർ അല്ല പിണറായി വിജയൻ എന്ന് നമുക്കറിയാം. ശരിയോ തെറ്റോ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.